കേരളത്തിൽ അധികാരത്തിലുള്ള CPM എന്ന പാർട്ടിയുടെ താത്വികമായ അടിത്തറയും ധാർമ്മികമായ അസ്തിത്വവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. സാംസ്കാരിക നായകരുടെ പ്രതികരണങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് CPMൻ്റെ നാശത്തിലേക്ക് തന്നെയാണ്. ഇതുതന്നെയാണ് പ്രതിപക്ഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല. കവി സച്ചിദാനന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കമ്മ്യൂണിസം വിഭാവനം ചെയ്ത വർഗസമരവും അധ്വാനിക്കുന്നവന്റെ പക്ഷവും ഇന്ന് CPMന് വെറും മുദ്രാവാക്യങ്ങൾ മാത്രം. സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പാർട്ടി അതിൻ്റെ വിപ്ലവ സ്വഭാവം കൈവടിഞ്ഞിരിക്കുന്നു. പക്ഷേ പാർലമെന്ററി മോഹത്തിൽ തളച്ചിടപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ ദുര്യോഗം. കവി സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭരണം ഒരു പാർട്ടിയെ ദുഷിപ്പിക്കുന്നത് ഭരണകൂടത്തിൻ്റെ മർദ്ദന യന്ത്രങ്ങളെ അമിതമായി ആശ്രയിക്കുമ്പോഴാണ്. ജനകീയ വിപ്ലവത്തിലൂടെ മാറ്റം കൊണ്ടുവരേണ്ട ഒരു പാർട്ടി അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിയിരിക്കുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. മാറ്റമുണ്ടാകും. മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. വലിയ കോട്ടകൾ തകർന്നു വീഴും ഈ മുന്നേറ്റത്തിൽ, UDFന്റെ മുന്നേറ്റത്തിൽ. കാരണം ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളതിൻ്റെ പ്രതിഫലനമാണ് UDF ചെയ്യുന്നത്. നാടിനെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് നാടിനൊരു പുതുയുഗത്തിൻ്റെ നാന്ദി കുറിക്കാനുള്ള നമ്മുടെ ഈ തേരോട്ടത്തിൽ നിങ്ങളെല്ലാവരും പോരാളികളെ പോലെ, വീറുറ്റ പോരാളികളെ പോലെ, വിജയം ഒരു സ്ഥലത്തും നമ്മുടെ അകലെയല്ല. മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് തോറ്റ 2021 തോറ്റ ഈ മട്ടന്നൂരിൽ പോലും വിജയം നമ്മുടെ കയ്യെത്തും ദൂരത്താണ് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുന്നു. കയ്യെത്തും ദൂരത്ത് അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ കയ്യെത്തും ദൂരത്താണ് കേരളം. നമുക്കറിയാം, ലോകത്തിൻ്റെ മുൻപിൽ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായി ലോകം അംഗീകരിക്കുന്ന കേരളം ഇന്ന് ഫലത്തിൽ, സത്യത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ? കേരളത്തിൻ്റെ ജനജീവിതം ദുസ്സഹമാകുന്ന നിരവധിയായ കാര്യങ്ങൾ നമ്മളുടെ മുൻപിലുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, അക്രമ രാഷ്ട്രീയം, വന്യമൃഗശല്യം, തീരദേശത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധി, യുവാക്കൾക്ക് പഠിക്കാൻ ഇവിടെ സ്ഥാപനങ്ങളില്ല, ജോലിക്ക് ഇവിടെ അവസരങ്ങളില്ല. നിരവധിയായി കേരളത്തെ അലട്ടുന്ന പ്രയാസങ്ങളുണ്ട്. ഈ സംസ്ഥാനം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് നമ്മൾ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും, പ്രതിപക്ഷ നേതാവ് സതീശൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉപനേതാവ് ഉൾപ്പെടെ, PJ ജോസഫ് സാർ ഉൾപ്പെടെ ഞങ്ങൾ കഴിയുന്നത്ര ശക്തിയിൽ പറയുന്നുണ്ട്, ന്യായത്തിൽ പറയുന്നുണ്ട്, യുക്തിയിൽ പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ അത് കേട്ട് തിരുത്താൻ തയ്യാറാകുന്നു. തൊഴിലാളി വർഗ സർവാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന പാർട്ടിയിലെ ഉന്നത നേതാക്കൾ സ്വർണ്ണക്കടത്ത് പോലെയുള്ള അധോലോക ഇടപാടുകളിൽ ആരോപണ വിധേയരാകുന്നത് പാർട്ടിയുടെ താത്വികമായ തകർച്ചയാണ് കാണിക്കുന്നത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള പുതിയ വെളിപ്പെടുത്തലുകളും ഫോട്ടോകളും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. തൊഴിലാളികളുടെ വിയർപ്പിനെക്കുറിച്ച് സംസാരിക്കേണ്ടവർ കള്ളക്കടത്ത് മാഫിയകൾക്കൊപ്പം നിൽക്കുന്നത് മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ പരിഹാസ്യമായ ലംഘനമാണ്. ഹൈക്കോടതിയുടെ തുടർച്ചയായ ഇടപെടലുകൾ ഭരണകൂടത്തിലുള്ള വിശ്വാസം നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ തകർത്ത ഈ സർക്കാരിന്റെ തെറ്റായ നടപടികൾ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെതിരായി നമ്മൾ സമർപ്പിച്ച കുറ്റപത്രം ജനങ്ങൾ ജനകീയ വിചാരണയിലൂടെ അവരുടെ വിചാരണയിൽ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മളോടൊരു ചോദ്യമുണ്ട്.
ഇവര് തകർത്തിട്ട കേരളത്തെ നിങ്ങൾ എങ്ങനെ രക്ഷിക്കും? കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി, രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കേരളത്തെ രക്ഷിക്കാനുള്ള കർമ്മ പരിപാടികളുമായി കൂടി വരുന്ന ഒരു യാത്രയാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തീർന്നു. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിണറായി വിജയൻ ഭരണത്തിനോട് സലാം പറയാൻ പോകുന്നത്. അടുത്ത മാസം അകത്തിന്റെ കാണാക്കയറിലേക്കാണ് കേരളത്തെ തള്ളിയിട്ടത്. പക്ഷേ അവിടെ നിന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്താൻ, കേരളത്തിന്റെ ഇക്കോണമിയെ മാറ്റിമറിക്കാൻ ഉള്ള പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ആത്മവിശ്വാസത്തോടെ, വെറുതെയല്ല, ഗവേഷണ തുല്യമായ പ്രവർത്തനങ്ങളാണ് 2 വർഷമായി നമ്മൾ നടത്തുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ വിവിധ രംഗങ്ങളിൽ പ്രശോഭിച്ചിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള നിരന്തരമായ ആശയവിനിമയം നടത്തിയ കൃത്യമായ പദ്ധതികളുമായി നടത്തുന്നത്. ബംഗാളിൽ 34 വർഷം ഭരിച്ച ഇടതുപക്ഷം തകർന്നടിഞ്ഞത് ഘടനാപരമായ ജീർണത മൂലമാണ്. അധികാരം ആ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അന്യവൽക്കരിച്ചു. കേരളത്തിലും സമാനമായ ഒരു സെമി ഫ്യൂഡൽ ഘടന പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു. പാർട്ടി അംഗങ്ങൾ ഭരണാധികാരികളായി മാറുമ്പോൾ അവർ ജനങ്ങളുടെ വാലറ്റങ്ങളല്ല, മറിച്ച് യജമാനന്മാരാകാൻ മത്സരിക്കുന്നു. കരാറുകാരും കൊട്ടേഷൻ സംഘങ്ങളും റിയൽ എസ്റ്റേറ്റ് മാഫിയകളും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അധികാര കേന്ദ്രങ്ങളായി മാറ്റപ്പെടുന്നു. അവിടെ ആദർശത്തിന് സ്ഥാനമില്ല. തിരുത്തൽ പ്രക്രിയ എന്നൊന്ന് പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് കേവലം പ്രഹസനമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു കാലത്ത് CPMൻ്റെ ഏറ്റവും വലിയ അടിത്തറയായിരുന്നു സാംസ്കാരിക നായകരും ബുദ്ധിജീവികളുമൊക്കെ. ഇന്നിപ്പോൾ സച്ചിദാനന്ദനും സാറാ ജോസഫുമൊക്കെ CPMനെതിരെ രംഗത്ത് വരുന്നത് തന്നെ CPMൻ്റെ അപജയത്തിന് തെളിവാണ്. ഇത്തരത്തിൽ വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന CPM ശൈലി മാറിയില്ലെങ്കിൽ വലിയ പതനത്തിന് തന്നെയാകും CPM സാക്ഷ്യം വഹിക്കുക. ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല. കവി സച്ചിദാനന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയിലേക്ക് കടന്നു വരുന്നു, സ്വാർത്ഥ ലക്ഷ്യങ്ങളോടുകൂടി കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാകുമ്പോൾ. അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും അധികാര കേന്ദ്രീകരണം വർദ്ധിക്കാനുമുള്ള സാധ്യതകളും ആ തരത്തിലൊരു സന്ദർഭത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കാൻ ഭരണപക്ഷം മറന്നുപോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് വാസ്തവത്തിലൊരു പാർട്ടി ശക്തിപ്പെടുന്നതിനും ഒരു പാർട്ടി ജനങ്ങൾക്കിടയിൽ കൂടുതൽ വേരാഴ്ത്തുന്നതിനും ജനങ്ങളുടെ അഭിപ്രായം കൂടുതൽ കേൾക്കുന്നതിനുമൊക്കെ സഹായകമായ ഒരു നിലപാടാണെന്നാണ് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. പ്രതിപക്ഷമാണ് ഒരുപക്ഷെ ജനഹിതം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പുകൾ, ജനങ്ങളുടെ അസംതൃപ്തികൾ, ഇതിനെയൊക്കെ പ്രതിഫലിപ്പിക്കാൻ പ്രതിപക്ഷം ആവശ്യമാണ്. അതുകൊണ്ട് ഏത് ജനാധിപത്യത്തിലും ഒരു പ്രതിപക്ഷം ഉണ്ടാവുക, ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് ജയം തോൽവി എന്നതാകരുത് പാർട്ടികളുടേതായ ആത്യന്തിക ലക്ഷ്യം. നേരെ മറിച്ച് നമ്മൾ ജനങ്ങളുടെ കൂടെയാണോ, ജനങ്ങളുടെ അഭിപ്രായമാണോ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. ജനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴും വളരെ പ്രത്യേകമായ പീപ്പിൾ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ്. അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾ, അത് തൊഴിലാളികളാവാം, അത് കർഷകരാവാം, അത് ആദിവാസികളാകാം, ദളിതരാകാം,
മതന്യൂനപക്ഷങ്ങളാകാം, വംശന്യൂനപക്ഷങ്ങളാകാം, ലൈംഗിക ന്യൂനപക്ഷങ്ങളാകാം. ഈ തരത്തിലുള്ള ആളുകളെ ഞാൻ പലപ്പോഴും അത് ഉദ്ധരിക്കാറുണ്ട്. റാൻസി എന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റ് ചിന്തകൻ്റെ ആലോചനകൾ. ജനാധിപത്യം എന്ന് പറയുന്നത് അദൃശ്യരെ ദൃശ്യരാക്കുകയും കേൾക്കാത്തവരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ന്. ആ അർത്ഥത്തിൽ ഉള്ള ഒരു ജനാധിപത്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇതുവരെ കാണാതിരുന്ന ആളുകളെ ജനസഭയിൽ കാണാൻ തുടങ്ങുമ്പോൾ, ഏത് ജനസഭയിൽ കാണാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്, ഇതുവരെ കേൾക്കാതിരുന്ന ശബ്ദം നാം പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ ആത്യന്തിക അർത്ഥത്തിൽ ജനാധിപത്യമാകുന്നത്. കേരളം പോലുള്ള, ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് അനേകം മതങ്ങൾ, അനേകം വിശ്വാസങ്ങൾ, അനേകം ജീവിത രീതികൾ, അനേകം ഭാഷകൾ, അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് അവരെ എല്ലാവരെയും ഒന്നിപ്പിച്ചുള്ളൊരു സായുധ വിപ്ലവം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെയധികം അകന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് സാധ്യമാകുന്നത് ജനാധിപത്യത്തെ എങ്ങനെ യഥാർത്ഥ ജനാധിപത്യമാക്കി മാറ്റാം എന്നുള്ളതാണ്. തളം കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ ആയിരിക്കുന്നു ഈ ഭരണ തുടർച്ച കൊണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒഴുക്കില്ലാതെ അങ്ങനെ ഞാനൊരു ഉപമ ഒന്നും ഉപയോഗിച്ച് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. മാറി മാറി ഭരിക്കുക, ഒരു ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിരിക്കാനും പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിരിക്കാനുമുള്ള അവസരമുണ്ടാകുക, ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷം തങ്ങളുടെ എതിർപ്പുകൾ സത്യസന്ധമായിരുന്നു, ആത്മാർത്ഥമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷം അപ്പോഴത്തെ ഭരണപക്ഷത്തിൻ്റെ കുറവുകളും അതിൻ്റെ ദൗർബല്യങ്ങളുമൊക്കെ എടുത്ത് കാണിക്കുക. ഈ രീതിയിലുള്ളൊരു നിരന്തരമായ പ്രതിപ്രവർത്തനം ഏത് തരത്തിലുള്ള ജനാധിപത്യത്തിനും ആവശ്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ 2 തവണ അവർ ഭരിച്ചിരുന്നെങ്കിൽ ഇതേ കാര്യം തന്നെ ഞാൻ പറയുമായിരുന്നു. ഈ മൂന്നാമത്തെ തവണ അവർ വരരുതെന്ന് ഞാൻ പറയുമായിരുന്നു. BJP അതെ, അത് ഞാൻ പറഞ്ഞ പോലെ സീതാറാം യെച്ചൂരി ഇന്ത്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചപ്പോൾ അതിനെ വളരെ ആത്മാർത്ഥമായി പിന്തുണച്ച ഒരാളായിരുന്നു ഞാൻ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അസാധ്യമായ ഒന്നായിരുന്നു തുടർഭരണം. എന്നാൽ 2021 അത് യാഥാർത്ഥ്യമായപ്പോൾ ഇടതുപക്ഷ ആശയങ്ങളുടെ വിജയമാണെന്ന് വ്യാഖ്യാനിച്ചവർക്ക് ഇന്ന് തെറ്റുപറ്റിയിരിക്കുന്നു. അധികാരം ഒരു ജനതയെ സേവിക്കാനുള്ള ഉപാധി എന്നതിലുപരി ഒരു പാർട്ടിയെ അതിൻ്റെ ആദർശങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യതിചലിപ്പിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. കവിയും സാഹിത്യകാരന്മാരും ഇടതുപക്ഷ സഹയാത്രികരുമൊക്കെയായ കെ സച്ചിദാനന്ദനും സാറാ ജോസഫും ഉയർത്തിയ വിമർശനങ്ങൾ കേവലം വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, മറിച്ച് ഇടതുപക്ഷ സഹയാത്രികർക്കിടയിൽ പുകയുന്ന വലിയ ആശങ്കകളുടെ ബഹിർഗമനമാണ്. ഇടതുപക്ഷ ഭരണമാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാകും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ ഭരണവർഗങ്ങൾക്കും ആവശ്യം വർഗീയ ശക്തികളെയാണ്, മതശക്തികളെയാണ്. അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ ഈ ഭരണവർഗങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അധികാരം നിലനിർത്താൻ ഏത് പിശാചിൻ്റെ കൂടെയും കൂട്ടുകൂടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇടതുപക്ഷത്തിന്. LDF ഇല്ലാതെയാവുന്നതോടുകൂടി ആ വേക്കത്തിലേക്ക് കയറി വരിക തീർച്ചയായിട്ടും BJP ആണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എക്കാലവും വ്യക്തിപൂജയ്ക്ക് എതിരായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇന്ന് പാർട്ടി ഒരാൾ മാത്രമായി ചുരുങ്ങുന്നു. ജനാധിപത്യ കേന്ദ്രീകരണം എന്ന ലെനിനിസ്റ്റ് തത്വം ഇന്ന് കേവലം കേന്ദ്രീകരണമായി മാറിയിരിക്കുന്നു. മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ ചോദ്യം ചെയ്യപ്പെടാതെ നടപ്പിലാക്കുന്ന കേഡർമാരായി പാർട്ടി അണികൾ അധപ്പതിച്ചിരിക്കുന്നു. വിമർശിക്കുന്ന സാംസ്കാരിക നായകരെ പാർട്ടി പ്രവർത്തകരല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നേതാക്കളുടെ ശൈലി അവരുടെ അസഹിഷ്ണുതയുടെയും അധികാര ഹുങ്കിന്റെയും തെളിവാണ്. ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്നാണ്. കവി സച്ചിദാനന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്
CPM-നുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദൻ്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് മൂഡ്. കേരളത്തിലെ 3-4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായി നടന്ന ആളുകൾ ഈ ഗവൺമെൻറ്റിന് ഒരു തുടർച്ച ഉണ്ടാകരുത്, ഇവർ അധികാരത്തിൽ വരരുത്, ഇവർ ഇടതുപക്ഷമല്ല, ഇവർ ഇടതുപക്ഷത്തിൽ നിന്ന് വഴിമാറിപ്പോയി, ഇവർ തീവ്ര വലതുപക്ഷമായി മാറി എന്നുള്ള നിലപാടുള്ളവരാണ് എന്നത് വളരെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ആണ് ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്നുകൂടി പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്ന്. കവി സച്ചിദാനന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബംഗാളിൽ CPM-ന് സംഭവിച്ച തകർച്ചയുടെ അതേ രോഗലക്ഷണങ്ങൾ കേരളത്തിൽ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. നേതാക്കളുടെ അമിതമായ ധാർഷ്ട്യം, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്ത് മാഫിയകളുമായുള്ള ബന്ധം, സാംസ്കാരിക നായകരോടുള്ള പുച്ഛം, ഇതൊക്കെ തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളായി കാണുകയാണ്. ഇത് CPM-നെ വലിയ തകർച്ചയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം എന്ന് ആവർത്തിക്കുമ്പോഴും വോട്ട് വാങ്ങി രക്ഷപ്പെട്ട് ഭൂരിപക്ഷ വർഗീയതയെ സന്തോഷിപ്പിക്കാൻ പാർട്ടി നടത്തുന്ന നിഗൂഢമായ നീക്കങ്ങൾ സച്ചിദാനന്ദൻ തുറന്നു കാട്ടുന്നു. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ട ഇടതുപക്ഷം അധികാരത്തിനു വേണ്ടി മതകേന്ദ്രങ്ങളെയും സമുദായ സംഘടനകളുമായി നടത്തുന്ന ഒത്തുതീർപ്പുകൾ അതിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നത്. കോർപ്പറേറ്റ് പ്രീണനവും പരിസ്ഥിതി വിരുദ്ധ വികസന നയങ്ങളും പാർട്ടിയെ അടിസ്ഥാന വർഗമായ കർഷകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും അകറ്റിയിരിക്കുന്നു. സമസ്തയുടെ വേദിയിൽ വെച്ച് തന്നെ പാർട്ടിക്കെതിരെ ഉണ്ടായ വിമർശനം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPM-നുണ്ടായിരുന്ന വിശ്വാസ്യത തകർന്നതിൻ്റെ സൂചനയാണ്. പാർട്ടികളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് മതസംഘടനകളെ പ്രീണിപ്പിക്കുകയും അതേസമയം തന്നെ അവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥവാദ രാഷ്ട്രീയം ഇനി ചെലവാകില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്ന്. കവി സച്ചിദാനന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് ഗൃഹസന്ദർശന വേളയിലുണ്ടായ ജനങ്ങളുടെ പ്രതികരണമാണ്. സാധാരണക്കാരായ ജനങ്ങൾ പാർട്ടിയോട് മുഖം തിരിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഞങ്ങൾ എന്തു ചെയ്താലും ജനങ്ങൾ കൂടെയുണ്ടാകും എന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണിത്. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് അഴിമതിയിലും അധികാര വികേന്ദ്രീകരണത്തിലും മുഴുകിയ നേതാക്കളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. അടുത്ത മാസം ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് നമ്മളെ തള്ളിയിട്ടിട്ടാണ് ഈ ദുർഭരണം അവസാനിക്കുന്നത്. അവിടെ നിന്ന് കേരളത്തെ ഉയർത്തണം. നമുക്ക് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള കേരളത്തിന് ഊർജം പകരുന്ന പദ്ധതികൾ, നമ്മുടെ ഇക്കോണമിയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഷൂട്ടപ്പ് ചെയ്യാൻ ഉതകുന്ന പദ്ധതികൾ നമ്മുടെ കയ്യിൽ ആ പരിപാടികളുണ്ട്, ആ പദ്ധതികളുണ്ട്. നമ്മളാണ് പറഞ്ഞത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അല്ലേ. പണ്ടൊക്കെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യുന്നത് രോഗം.
ഇപ്പം കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ ചെന്നാൽ നേരെ ജില്ലാ ആശുപത്രിയിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കുമാണ് റെഫർ ചെയ്യുന്നത്. റിവേഴ്സ് റെഫറൻസാണ്. ആ സ്ഥിതിയിൽ മെഡിക്കൽ കോളേജുകളെയൊക്കെ ആക്കി. അവിടെ നിന്ന് വെന്റിലേറ്ററിലായ ഈ ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി എഴുന്നേൽപ്പിച്ച് നടത്താൻ നമുക്ക് പദ്ധതികളുണ്ട്. CPM ഇന്നൊരു വിപ്ലവ പാർട്ടിയല്ല, മറിച്ച് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. വിമർശിക്കുന്നവരെ അടിച്ചമർത്തുന്ന ശൈലി ഇതൊക്കെ തന്നെ CPMനെ വളരെയധികം മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ ചെല്ലുന്ന CPM നേതാക്കളെ ഇറക്കിവിടുന്ന രീതിയിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ തുടർന്നാൽ CPMന്റെ പതനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.